ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 11-ാം തിരുലിഖിതം. സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത് എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് മനുഷ്യൻ കാണുന്നത് പോലെയല്ല ദൈവം കാണുന്നത് എന്നതിനെ കുറിച്ചാണ്. യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 12-ഉം 13-ഉം തിരുലിഖിതങ്ങൾ. കൈക്കുമ്പിളിൽ ആഴികളെ അളക്കുകയും ആകാശ വിശാലതയെ ചാണിൽ ഒതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവുപാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്തവൻ ആരാണ്? ഏത് പ്രബോധകൻ അവിടത്തേക്ക് പ്രബോധനം നൽകും? പ്രിയപ്പെട്ട ദൈവമക്കളെ, മഹാതിശയായ ദൈവത്തിന്റെ സർവശക്തമായ ഒരു സാന്നിധ്യം വലയം ചെയ്യുന്ന സമയത്താണ് ഇപ്പോൾ ഈ വചന ശുശ്രൂഷയിലൂടെ ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എന്റെ പേര് ഡെന്നി, സ്ഥലം കോട്ടയം ജില്ലയിലെ കാപ്പുംതല. എനിക്ക് എന്റെ ചാച്ചന്റെ കാലിൽ 2 വർഷം മുമ്പ് ഒരു കല്ല് കയറിയതിനെ തുടർന്നുണ്ടായ ആ രോഗത്തിനുള്ള സൗഖ്യത്തെ കുറിച്ചാണ് പറയാനുള്ളത്. അന്നത് വലിയ കാര്യമാക്കിയില്ല. എന്നാൽ ഇപ്പോൾ 2-2.5 വർഷത്തിന് ശേഷം ഇപ്പോൾ 3 മാസത്തിലധികമായി വല്ലാത്ത വേദനയും പഴുപ്പും വ്രണങ്ങളുമായി അത് മാറി. ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ കീറാനുള്ള ഡേറ്റും ഫിക്സ് ചെയ്തു. അങ്ങനെ കാലിലെ വ്രണം മുറിച്ചിരിക്കുമ്പോഴാണ് 2011 മെയ് 29-ാം തീയതി നടന്ന അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ ടെലിവിഷന്റെ മുമ്പിൽ ഞങ്ങൾ പങ്കുചേർന്നത്. ചാച്ചൻ വേദനയോടെ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞങ്ങളും ആ കൂട്ടായ്മയിലിരുന്ന് ഭവനത്തിലിരുന്ന് ചാച്ചന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം തന്നെ ആ വ്രണങ്ങളെല്ലാം വാടിപ്പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പാടുപോലുമില്ലാതെ കാലിൽ നിന്ന് വ്രണങ്ങളും പഴുപ്പും മുറിവും അപ്രത്യക്ഷമായിരിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. വളരെ പ്രകടമായി കർത്താവ് നൽകിയ സൗഖ്യത്തിന് എത്ര നന്ദി പറഞ്ഞാലും അധികമാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. കോട്ടയം ജില്ലയിൽ നിന്ന് ഇതാ ഒരു കുടുംബം അനുഭവം സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പൗരോഹിത്യത്തിന്റെ ശക്തി, നിങ്ങൾ ആശീർവദിക്കുന്നവ ആശീർവദിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ബന്ധിക്കുന്നവ ബന്ധിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ അഴിക്കുന്നവ അഴിക്കപ്പെട്ടിരിക്കും. പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് തിരുസഭയുടെ കൂട്ടായ്മയിൽ ഒരു ശുശ്രൂഷ നടക്കുമ്പോൾ വലിയ ശക്തി വ്യാപരിക്കാൻ ഈ കാലഘട്ടത്തിൽ ദൈവമായ കർത്താവ് ഇടപെടുകയാണ്. യെശയ്യാ 22 പഠിപ്പിക്കുകയാണ്, ദാവീദ് ഭവനത്തിന് താക്കോൽ ഞാൻ അവന്റെ തോളിൽ വെച്ചു കൊടുക്കും. അവൻ അഴിച്ചാൽ ആരും തുറക്കുകയോ അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ ഇല്ല. 2 ദിനവൃത്താന്തം 20 പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് വിജയം കൈവരും. യെശയ്യാ പ്രവചനത്തിൽ 44-ാം അധ്യായത്തിൽ 26-ാം വാക്യം പഠിപ്പിക്കുകയാണ്, കർത്താവ് തന്റെ ദാസന്മാരുടെ വാക്ക് നടപ്പാക്കുകയും തന്റെ ദൂതന്മാരുടെ ഉപദേശത്തെ നിവർത്തിക്കുകയും ചെയ്യും. ഈ നിമിഷങ്ങളിൽ ലോകമെമ്പാടുമുള്ള വിശ്വാസി സമൂഹത്തോട് ചേർന്ന് ഈ പൗരോഹിത്യ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്വർഗപിതാവേ, പുത്രനായി യേശുവിന്റെ നാമമഹത്വത്തിന് വേണ്ടി ഇപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ സമൂഹത്തിലേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. ഒരുപാട് കാലങ്ങളായി തടസ്സപ്പെട്ട് കിടക്കുന്ന ഓരോ സംഗതികളും യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ മാറി ക്രമാനുഗതമായി നടക്കട്ടെ. വിവാഹ തടസ്സങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ജോലി തടസ്സങ്ങൾ യേശുനാമത്തിൽ നീങ്ങി
നീങ്ങിപ്പോകട്ടെ. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഓരോ കുഞ്ഞുങ്ങളിൽ നിന്ന് പഠന തടസ്സങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതത്തിന്റെ ആത്മാവേ ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കണമേ. അത്ഭുതത്തിന്റെ ശക്തിയെ ഇപ്പോൾ രോഗികളിലേക്ക് ഇടപെടണമേ. അത്ഭുതത്തിന്റെ ശക്തിയെ ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. അത്ഭുതത്തിന്റെ ശക്തിയെ തകർന്നടിഞ്ഞു കിടക്കുന്ന ഓരോ കുടുംബങ്ങളിലും അത്ഭുത ശക്തിയോടെ വ്യാപരിച്ച് വിടുതൽ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശയ്യായുടെ പുസ്തകം 41 അധ്യായത്തിൽ 12 13 തിരുലിഖിതങ്ങൾ. ആഴികളെ കൈക്കുമ്പിൽ ഒതുക്കുകയും ആകാശ വിശാലതയെ ചാണിൽ അളക്കുകയും ഭൂമിയിലെ പൊടിയെ അളവ് പാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്തവനാര്? ഏത് പ്രബോധകൻ അവിടത്തേക്ക് പ്രബോധനം നൽകും? പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവമായ കർത്താവിന്റെ മനസ്സ് ദുർജ്ഞേയം, ദുർഗ്രഹം. എന്റെയും നിങ്ങളുടെയും ചെറിയ അളവുകോല് കൊണ്ട് മഹാതിശയായ ദൈവത്തിന്റെ മനസ്സിനെ അളക്കുക അസാധ്യം. ദൈവത്തിന്റെ ഓരോ ഇടപെടലുകളെ അറിയുമ്പോൾ ഇത് നമുക്ക് കൂടുതൽ മനസ്സിലാകും. ഞാൻ ചിന്തിക്കുന്ന, എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ദൈവരാജ്യ രഹസ്യമുണ്ട്. കർത്താവ് മരിച്ച് കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടതിന് ശേഷം ഉയർത്തെഴുന്നേറ്റപ്പോൾ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ആർക്കാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മഗ്ദലന മറിയത്തിന്. വളരെ പാപങ്ങൾ ചെയ്ത് വളരെ കാലം പാപത്തിൽ ജീവിച്ച് അങ്ങനെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ അർഹയെന്ന് സമൂഹം മുദ്രകുത്തി യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്ന് അങ്ങനെ ഒരു പാപിനിയായി നിർത്തപ്പെട്ട ആ മഗ്ദലന മറിയം, അവളുടെ ശിഷ്ടകാലത്ത് യേശുവിനെ സ്നേഹം നിറഞ്ഞ് യേശുവിന് സാക്ഷിയായി അവളുടെ ജീവിതം ദൈവത്തിന് അർപ്പിച്ചു. ഈശോ മരിച്ചുയർന്നെഴുന്നേറ്റ് ആഴ്ചയുടെ ആദ്യ ദിവസം തന്നെ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ആർക്കാണ് തന്റെ ദർശനം നൽകിയത്? ഈ മഗ്ദലന മറിയത്തിന്. ന്യായമായും നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് വേറെ പലർക്കുമാണ് ഈശോ ദർശനം കൊടുക്കേണ്ടതെന്ന് തോന്നിപ്പോകും. ഈശോയെ ഗർഭം ധരിച്ച് അതിനെ തുടർന്ന് ഒരുപാട് കഷ്ടത, ഒരുപാട് അപമാനം, ഒരുപാട് നിന്ദനം അങ്ങനെ സഹിച്ച പരിശുദ്ധ അമ്മ, ആ സന്തോഷ വാർത്ത ഈശോയെ ഗർഭം ധരിക്കുമെന്ന് ദൈവദൂതൻ പറഞ്ഞ അന്ന് തൊട്ട് ഈശോ മരിക്കുന്ന അന്ന് വരെ കണ്ണുനീരും വേദനയോടെ ഈശോയ്ക്ക് വേണ്ടി ജീവിതം അർപ്പിച്ച പരിശുദ്ധ അമ്മ, ആ അമ്മയ്ക്കല്ലേ ഈശോ ആദ്യം പ്രത്യക്ഷപ്പെടേണ്ടിയിരുന്നത്? അതുമല്ലെങ്കിൽ ബഥാനിയയിലെ കുടുംബം, ലാസറിന്റെ കുടുംബം, അവിടെ മർത്ത, മറിയ, 2 സഹോദരിമാര് യേശുവിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നവരാണ്. അവർക്കായിരുന്നില്ല ഈശോ പ്രത്യക്ഷപ്പെടേണ്ടിയിരുന്നത്? അതുമല്ലെങ്കിൽ അന്ത്യ അത്താഴ സമയത്ത് ഈശോയുടെ വക്ഷത്തിനോട് ചാരിക്കിടന്ന് ഈശോ സ്നേഹിച്ചിരുന്നൊരു ശിഷ്യനുണ്ടെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. തന്റെ വത്സല ശിഷ്യൻ. ആ വത്സല ശിഷ്യനല്ലേ ഈശോ ആദ്യം പ്രത്യക്ഷപ്പെടേണ്ടിയിരുന്നത്? അതുമല്ലെങ്കിൽ തന്റെ കാലശേഷം തന്റെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കാൻ കരുതിക്കൂട്ടി ഈശോ പരിശീലിപ്പിച്ച പത്രോസ് അപ്പോസ്തലനുണ്ട്. ആ പത്രോസ് അപ്പോസ്തലനായിരുന്നില്ല ഈശോ പ്രത്യക്ഷപ്പെടേണ്ടത്? ഒന്നുമില്ലെങ്കിലും കുരിശ് മരണത്തിന് ശേഷം ആ മൃതദേഹം കുരിശിൽ നിന്ന് ഏറ്റുവാങ്ങി ആ കല്ലറയിൽ കൊണ്ട് അടക്കിയ ആ ജോസഫ്, ആ അരിമത്തിക്കാർ, ആ ജോസഫിനല്ലേ പ്രത്യക്ഷപ്പെടേണ്ടിയിരുന്നത്? എന്നാൽ ഇതാ ഈശോ ആഴ്ചയുടെ ആദ്യ ദിവസം കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഈശോ ആദ്യം തന്റെ പ്രത്യക്ഷപ്പെടൽ നൽകുന്നത് മഗ്ദലന മറിയത്തിന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ചെറിയ ചിന്തകൾ കൊണ്ട് ദൈവത്തിന്റെ വലിയ മനസ്സിന്റെ ആഴം ഗ്രഹിക്കാൻ കഴിയുകയില്ല. ദൈവമാണ് നീതീകരിക്കുന്നവൻ. ദൈവം നീതീകരിച്ചാൽ ആര് കുറ്റം ആരോപിക്കും? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? വിശുദ്ധ ബൈബിളിൽ റോമാ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 31-ാം വാക്യം, ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്?
ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? ദൈവത്തിന്റെ ജ്ഞാനം നിറഞ്ഞ ദൈവാത്മാവിനാൽ പൂരിതനായി ദൈവത്തിന്റെ അപ്പോസ്തലൻ ചോദിക്കുകയാണ്, ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? വീണ്ടും റോമാലേഖനം 8-ാം അധ്യായം 33-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. നീതീകരിക്കുന്നവൻ ദൈവം. ദൈവം ഒരാളെ തെരഞ്ഞെടുത്ത് അയാളെ ചേർന്ന് നിന്നാൽ ആർക്ക് കുറ്റം ആരോപിക്കാൻ കഴിയും? മഗ്ദലന മറിയത്തെ ദൈവം ലോകത്തിന് മുമ്പിൽ ഉയർത്തി, വാനോളം ഉയർത്തി. ഭയങ്കരമായി മഗ്ദലന മറിയത്തെ ദൈവം ലോകത്തിന് മുമ്പിൽ വിലയും നിലയുള്ളവളാക്കി ഉയർത്തി നിർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ദൈവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പക്ഷേ ഇന്ന് അങ്ങറ്റം തഴക്കദോഷത്തിലും പാപത്തിലും ലോകമോഹങ്ങളിലും ദുരാസക്തികളിലും പൂണ്ട് നശിച്ചൊരു ജീവിതത്തിന് ഉടമയായിരിക്കാം നീ. നിന്റെ ജീവിതം എഴുതി തള്ളരുതേ. ഈ ജീവിതത്തെ ഒരു മഹാത്ഭുതമാക്കി മാറ്റാൻ കഴിയുന്നവനാണ് കർത്താവ്. അതിനുവേണ്ടി എല്ലാ പ്രോട്ടോകോളും തെറ്റിക്കുന്നവനാണ് കർത്താവ്. ഇതാ എല്ലാ പ്രോട്ടോകോളും തെറ്റിച്ച് മഗ്ദലന മറിയത്തെ കർത്താവ് അങ്ങേറ്റം ലോകത്തിനു മുമ്പിൽ ശ്രേഷ്ഠയായി അവതരിപ്പിക്കുകയാണ്. താൻ മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ മഹാസംഭവത്തിന് ശേഷം ആദ്യത്തെ പ്രത്യക്ഷപ്പെടൽ നൽകി മഗ്ദലന മറിയത്തെ സുവിശേഷത്തിൽ വളരെ ഉന്നതമായ സ്ഥാനത്ത് കൊണ്ടുവന്ന് നിർത്തി. അതിനുശേഷമാണ് പത്രോസിനും മറ്റു ശ്ലീഹന്മാർക്കെല്ലാം ഈശോ പ്രത്യക്ഷപ്പെടൽ നൽകുന്നത്. ദൈവത്തിന്റെ മനസ്സിനെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ റോമാലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ മനസ്സിനെ കുറിച്ച് അപ്പോസ്തലരുടെ ആത്മാവ് സംസാരിക്കുകയാണ്. ദൈവത്തിന്റെ മനസ്സ് അറിഞ്ഞവൻ ആര്? റോമാലേഖനം 11-ാം അധ്യായത്തിൽ 33-ാം തിരുലിഖിതം. ദൈവത്തിന്റെ സമ്പത്തിന്റെയും ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ആഴം എത്ര വിപുലം! അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞേയം! അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം! എന്തെന്നാൽ ദൈവത്തിന്റെ മനസ്സ് അറിഞ്ഞത് ആര്? ദൈവത്തിന്റെ മനസ്സ് അറിഞ്ഞത് ആര്? പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഇന്നായിരിക്കുന്ന അവസ്ഥയോർത്ത് ദുഃഖിച്ചിരിക്കരുത്. നിന്നെ തന്നെ കുറ്റപ്പെടുത്തരുത്. നിന്നെ തന്നെ എഴുതി തള്ളരുത്. നിന്റെ ദൈവത്തിന് നിന്നെ കുറിച്ച് നിനക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ഉന്നതമായ ഒരു ചിന്ത ഇരിപ്പുണ്ട്. ഇതാ ബൈബിളിൽ തന്നെ മറ്റൊരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് സാവൂൾ. എന്താ സാവൂളിന്റെ പ്രത്യേകത? ഒരുപാട് അഹങ്കാരം, ഒരുപാട് ധാർഷ്ട്യം. സാവൂള് അതിവേഗതയുള്ള കുതിരപ്പുറത്താണ് പോകുന്നത്. അവൻ എസ്തപാനോസിനെ കല്ലെറിഞ്ഞു കൊന്നവനാണ്. അവന്റെ കരങ്ങൾ രക്തമങ്കിലമാണ്. ക്രിസ്തു ശിഷ്യന്മാരെ കൊന്നതിന്റെ രക്തക്കറ പുരണ്ടതാണ് അവന്റെ കൈകള്. അവൻ ജെറുസലേമിലുള്ള വിശ്വാസികളെ ഒരുപാട് ദ്രോഹിച്ചു. അതിനുശേഷം ഡമാസ്കസിലുള്ള സിനഗോഗിലുള്ള വിശ്വാസം സ്വീകരിച്ച, ക്രിസ്തുമാർഗം സ്വീകരിച്ച ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി അതിവേഗതയുള്ള കുതിരപ്പുറത്ത് അവൻ പായുകയാണ്. അവൻ ഒരുപാട് അനുയായികളുണ്ട്, അവൻ അധികാരമുണ്ട്. അവൻ അങ്ങനെ മത്തുപിടിച്ച് അവൻ അങ്ങനെ ലോകപ്രകാരം ഇതാ അതിവേഗം പായുകയാണ്. അപ്പോഴാണ് ദൈവം ഇടപെടുന്നത്. ദൈവം ഇടപെടുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സാവൂളിനെ ദൈവം പൗലോസാക്കി മാറ്റുകയാണ്. ഈ സാവൂളിനെ കുറിച്ച് അനനിയാസ് എന്ന് പറയുന്ന ക്രിസ്തു ശിഷ്യൻ തനിക്ക് പ്രത്യക്ഷപ്പെട്ട യേശുവിനോട് തന്നെ പരാതി പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 13-ാം തിരുലിഖിതം. അനനിയാസ് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വിശുദ്ധർക്കെതിരായി അവൻ ജെറുസലേമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വളരെ പേരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കേൾക്കുമ്പോൾ തന്നെ കിടിലം കൊള്ളുന്ന വിധമുള്ള ഒരു തീവ്രവാദി, ഒരു ദ്രോഹി, ക്രിസ്തു സഭയെ ദ്രോഹിച്ചവൻ. ഈ അനന്യാസ് പറയാണ്, അങ്ങയുടെ സഭയ്ക്കും ക്രിസ്തു മാർഗത്തിലേക്ക് തിരിഞ്ഞവർക്കും വേണ്ടി എത്രയോ ദ്രോഹങ്ങളാണ് ഈ മഹാദ്രോഹി ചെയ്തത് എന്ന് ഞാൻ ഒരുപാട് പേരിന്ന് കേട്ടിട്ടുണ്ട് കർത്താവേ എന്ന് അനന്യാസ് കർത്താവിനോട് പറയുകയാണ്. അപ്പോൾ കർത്താവ് അനന്യാസ് കാണുന്ന പോലെയല്ല കാണുന്നത്. കർത്താവ് പറയുകയാണ്, അനന്യാസ്, എന്റെ നാമം വഹിക്കാൻ വേണ്ടി ഞാൻ തെരഞ്ഞെടുത്ത എന്റെ പ്രീതിപാത്രമാണ് അവൻ. നോക്ക്, സാവൂളിനെ കർത്താവ് വളരെ പോസിറ്റീവായിട്ട് അവതരിപ്പിക്കുകയാണ്. എന്റെ നാമം വഹിക്കാൻ വേണ്ടി ഞാൻ തെരഞ്ഞെടുത്തവൻ.
കർത്താവിന് അവനോട് ദേഷ്യമില്ല, കർത്താവിന് അവനോട് പ്രതികാരമില്ല, കർത്താവിന് അവനോട് പ്രത്യേകിച്ച് ഒരു പരിഭവവും ഇല്ല. എന്റെ നാമം വഹിക്കാൻ വേണ്ടി ഞാൻ തെരഞ്ഞെടുത്തവൻ. സൗളിനെ വളരെ ഉന്നതമായ വിധത്തിൽ അനനിയാസിന്റെ മുമ്പിൽ കർത്താവ് അവതരിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവങ്ങളെ, അവൻ രക്തക്കറ പുരണ്ടവനാണ്, കൊലപാതകി, ക്രിസ്തു ശിഷ്യന്മാരെ കൊല ചെയ്തവൻ. പക്ഷെ കർത്താവ് ഒരു കൊലപാതകയായിട്ടല്ല കാണുന്നത്. കർത്താവ് ആരെ എഴുതി തള്ളിയിട്ടില്ല. ഇന്ന് നീ ഒരുപക്ഷെ ഒരുപാട് ദ്രോഹം ചെയ്ത് ഒരുപാട് നശിപ്പിച്ചവനായിരിക്കാം. സഭയെ നശിപ്പിച്ചവൻ, കുടുംബത്തെ നശിപ്പിച്ചവൻ, അനേകം ജീവിതങ്ങളെ നശിപ്പിച്ചവൻ, തന്നെ നശിപ്പിച്ചവൻ. ഇനി അങ്ങേ അറ്റത്തെത്തി, ഇനി എനിക്ക് തിരിച്ചു നടപ്പില്ല എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം നീ. മകനെ, നീ നിന്നെ തന്നെ എഴുതി തള്ളരുത്. കർത്താവ് നിന്നെ കുറിച്ച് ഉന്നതമായ ഒരു പദ്ധതി കരുതിയിട്ടുണ്ട്. നിന്റെ ദൈവത്തിന് നിന്നെ വ്യത്യാസപ്പെടുത്താൻ കഴിയും. ഈ നിമിഷങ്ങളിൽ അവിടുത്തെ സന്നിധിയിൽ എഴുന്നേറ്റ് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കലും ഒരു ജീവിതത്തെയും എഴുതി തള്ളാത്തവനാണ് ബൈബിളിലെ യേശു കർത്താവ്. ഒരുപക്ഷെ നീ മദ്യപാനമോ കൊലപാതകമോ എന്തെങ്കിലും തരത്തിലുള്ള ലൈംഗിക അരാജകത്വമോ ദുശീലങ്ങളോ തഴക്കദോഷങ്ങളോ വൈരാഗ്യമോ ഏതെങ്കിലും കഠിനമായ തരത്തിലുള്ള കൂട്ടുകെട്ടുകളോ ഭീകര പ്രവർത്തനങ്ങളിലോ എന്തെങ്കിലും തരത്തിലുള്ള അവിഹിത ബന്ധങ്ങളിലോ പൂണ്ട് ഇനി ഒരു തിരിച്ചു നടപ്പ് അസാധ്യമെന്ന വിധത്തിൽ ഞെരുങ്ങുന്ന ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. പ്രിയ ദൈവവൈതലേ, ഇന്ന് നീ നിന്റെ ഹൃദയം കർത്താവിലേക്ക് ഉയർത്തി, ഇന്ന് നിന്റെ ഹൃദയം മനസ്സ് ദൈവത്തിലേക്ക് ഉയർത്തി എന്റെ യേശുവേ എന്ന് വിളിച്ചാൽ സ്വർഗത്തിന്റെ അനന്ത സമ്പത്ത് നിന്റെ മേൽ വർഷിക്കപ്പെടും. രണ്ട് കരങ്ങൾ ഉയർത്തി ഓരോരുത്തർക്കും ആയിരിക്കുന്ന അവസ്ഥയിൽ കരങ്ങൾ ഉയർത്തി ജീവിക്കുന്ന ദൈവമായ കർത്താവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഇന്ന് ലോകത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഇരുന്ന് ഓരോ ദേശങ്ങളിൽ ഇരുന്ന് അങ്ങയുടെ മക്കള് അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഈ നിമിഷങ്ങളിൽ തന്നെ യേശുവിന്റെ നാമമഹത്വത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ കുടുംബങ്ങളിലേക്ക് സംഭവിക്കട്ടെ, ജീവിതങ്ങളിലേക്ക് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഓ സാത്താൻ ഉയർത്തിരിക്കുന്ന എല്ലാ നുണചിന്തകളും യേശുനാമത്തിൽ ഛിന്ന ഭിന്നമായി പോകട്ടെ. ഇനി ഞാൻ നന്നാവില്ല, ഇനി എത്ര നോക്കിയാലും നേരെയാവില്ല, ഇനി ആര് നോക്കിയാലും ഞാൻ നന്നാകാൻ പോകുന്നില്ല, ഇങ്ങനെയുള്ള നുണചിന്തകളും അന്ധകാര പീഡകളും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. യേശയ്യ 55:8 ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എന്റെ ചിന്തകളും എന്റെ വഴികളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. പ്രൈസ് ദി ലോർഡ്. തിരുവോസ്തിയായെന്നിലണയും സ്നേഹം, ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എന്റെ ഈശോ, തിരുവോസ്തിയായെന്നിലണയും സ്നേഹം, ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എന്റെ ഈശോ, യെരമ്യാ പ്രവചനത്തിൽ
ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. വിദൂരത്തുനിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ്. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഏതവസ്ഥയിലാണെങ്കിലും കർത്താവിന് ഇടപെടാൻ പറ്റും. ഇരുകരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. ഈ നിമിഷം പൊട്ടിക്കരഞ്ഞ് അവിടുത്തെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. റോമാ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ 13-ാം തിരുലിഖിതം തന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും അവിടുന്ന് സമ്പത്ത് വർഷിക്കുന്നു. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. രോഗികൾ യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ കുട്ടികളും യേശുവിനെ വിളിക്കട്ടെ. യുവതി യുവാക്കന്മാർ യേശുവിനെ വിളിക്കട്ടെ. കുടുംബം മുഴുവൻ യേശുവിനെ വിളിക്കട്ടെ. യേശുവിന്റെ അത്ഭുത നാമത്തിന്റെ ശക്തി രോഗികളുടെ മേൽ അതിശയകരമായി വ്യാപരിക്കുന്നു. കാലങ്ങളായി ബന്ധിക്കപ്പെടുന്ന ആത്മാക്കൾ വിടുതൽ പ്രാപിക്കുന്നു. കുടുംബങ്ങളിൽ നിന്ന് തിന്മകളും അന്ധകാര കോട്ടകളും തകരുന്നു. അത്ഭുതത്തിന്റെ വലിയ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തെ എല്ലാവരും വിളിക്കുന്നു. യേശുവേ, 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 യേശുവേ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. എൻ്റെ പേര് സിബി എന്നാണ്. കോട്ടയം ജില്ലയിലെ പാല എന്ന സ്ഥലത്ത് കത്തീന്ദ്രപ്പള്ളി ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഏകദേശം 4.5 വർഷം മുമ്പ് 2007 മാർച്ച് മാസത്തിൽ യാതൊരു അസുഖമില്ലാതെ എൻ്റെ മുടി ഒഴിയാൻ തുടങ്ങി. ഏകദേശം 2 മാസം കൊണ്ട് ഒരു മുടി പോലും ഇല്ലാതെ എൻ്റെ തലയിലെ മുഴുവൻ മുടിയും പൊഴിഞ്ഞുപോയി. നോക്കി, ഈ ചിത്രം നോക്കിയേ, അതിന്റെ ഫോട്ടോയാണ് ഈ കാണുന്നത്. ഒരു ചെറിയ ഒരു മുടിയുടെ ഒരു പൊടി പോലും ഇല്ലാതെ കംപ്ലീറ്റ് മുടിയും ശിരസിൽ നിന്ന് കൊഴിഞ്ഞു പോയൊരവസ്ഥയിലായിരുന്നു ഈ ചേട്ടന്റെ സ്ഥിതി. ഇത് പ്രത്യേകിച്ച് രോഗമൊന്നുമില്ല, തന്നെ അങ്ങനെ സംഭവിച്ചതാണ്. മുടി പൊഴിഞ്ഞതിന് ശേഷം എൻ്റെ പുരികവും എൻ്റെ മുഖത്തെ രോമങ്ങളും മുഴുവൻ പൊഴിഞ്ഞുപോയി. ഞാൻ പല ഡോക്ടർമാരെയും കണ്ടു. എല്ലാ ഡോക്ടർമാരും കുറേ ടെസ്റ്റുകൾക്ക് കുറിച്ച് തരും. എല്ലാ ടെസ്റ്റുകളും റിസൾട്ട് വരുമ്പോൾ നോർമലാണ്. ഡോക്ടർമാർ ചോദിക്കും എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടോ, എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ടോ എന്ന്. എനിക്ക് മാരകമായ ഒരു അസുഖങ്ങളും വന്നിട്ടില്ല, ഞാനൊരു മരുന്നും കഴിച്ചിട്ടുമില്ല. ചില ഡോക്ടർമാർ പറയും നിങ്ങൾക്ക് അസുഖമൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ മരുന്ന് ഒന്നും കുറിക്കുന്നില്ല, വേറെ മരുന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് വേറെ അസുഖം വല്ലതും വരും. അങ്ങനെ മാറി മാറി ആയുർവേദവും ഹോമിയോയും ഇംഗ്ലീഷ് മരുന്നും 3 വർഷത്തോളം കഴിച്ചു. പിന്നെ 1 വർഷത്തോളം ഞാൻ മരുന്നൊന്നും കഴിച്ചില്ല. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ 2010 നവംബർ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ കൺവെൻഷൻ വന്നുകൂടി. അന്ന് ഇവിടെ സാക്ഷ്യം പറയുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അന്ന് വരുമ്പം മുടിയില്ലാത്ത അവസ്ഥയല്ല വന്നേ? മുടിയില്ലാത്ത അവസ്ഥയിൽ ഞാനൊരു തൊപ്പി വെച്ചാണ്ടാണ് വന്നിരുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന അതേ അവസ്ഥയിലാണ് അന്ന് വന്ന്. നിങ്ങൾ ഈ ഫോട്ടോ ഒന്നും നോക്കിയേ, ശരിക്കും പുരുകം പോലും ഇല്ലാതെ ഇത് കംപ്ലീറ്റ് അത് നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയിലായിരുന്നു ആ ഫോട്ടോ അദ്ദേഹത്തിന്റെ അന്നത്തെ അവസ്ഥ. ഈ ഒരു അവസ്ഥയിലാണ് 2010 നവംബർ മാസത്തിൽ ആദ്യ വെള്ളിയാഴ്ച ഈ ആലയത്തിലേക്ക് ഈ എളിയ പൈതൽ കടന്നു വന്നത്. എല്ലാവരും സാക്ഷ്യം പറയുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവേ നിന്റെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ എന്നെ കഴുകി ഈ അനേകായിരങ്ങളുടെ മധ്യേ ഈ സ്റ്റേജിൽ നിന്നെ മഹത്വപ്പെടുത്തുവാൻ നീ എനിക്കൊരു അവസരം ഒരുക്കി തരണം. നീ എൻ്റെ നഷ്ടപ്പെട്ടു പോയ മുടി ഓരോന്നും തിരികെ തരണം. അതിനുശേഷം ഞാൻ തിരികെ പോയി. 2 മാസത്തിന് ശേഷം ജനുവരിയിൽ കൊച്ചുകുട്ടികളുടെ മുടി കിളുത്ത് വരുന്നത് പോലെ ദൈവമേ എൻ്റെ തലയിൽ ചെറിയ മുടി കിളുത്ത് വരാൻ തുടങ്ങി. അതിനുശേഷം ഏപ്രിൽ മാസത്തിലെ കൺവെൻഷനിൽ ഞാൻ 1 പ്രാവശ്യം കൂടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇപ്പം എൻ്റെ തലയിൽ എല്ലാ ഭാഗത്തും തന്നെ മുടിയുണ്ട്. എൻ്റെ പുരികവും മുഖത്തെ രോമങ്ങളും എനിക്ക് തിരികെ കിട്ടി. മരുന്നോ ലേപനമല്ല, യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയാണ് എന്നെ പ്രവർത്തിച്ചതെന്ന്
ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും യേശുവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ നോക്കിയേ, ഈ അവസ്ഥയിലായിരുന്നു ഇപ്പൊ നിൽക്കുന്ന ഈ ചേട്ടന്റെ സ്ഥിതി. എന്നാൽ ഇപ്പൊ നോക്കിയേ, ശിരസിൽ നിറച്ചും മുടി വന്ന്, ചെറിയ കുട്ടികൾക്ക് മുടി കിളുക്കണ പോലെ മുടി അങ്ങോട്ട് കിളുത്തിട്ട് സാധാരണ പോലെ ആദ്യത്തെ പോലെ ആ ഒരു ഷേപ്പ്, മീശയും പുരികവും കൺപീൽ എല്ലാം വീണ്ടും മുളച്ച് ആദ്യത്തെ പോലെയായി. 2 കാര്യങ്ങൾ ഉയർത്തി വീശി വീശി അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. മഹത്വം ദൈവത്തിന്, സ്തുതികൾക്ക് യോഗ്യനവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്ന അടയാളങ്ങൾ നൽകുന്ന യേശുനാഥൻ. മഹത്വം ദൈവത്തിന്, സ്തുതികൾക്ക് യോഗ്യനവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്ന അടയാളങ്ങൾ നൽകുന്ന യേശുനാഥൻ.